സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇത്തവണത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. നോക്കൂ, 3 കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയൽ, അതുപോലെ തന്നെ പഴം പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കാളനല്ല, പഴം പുളിശ്ശേരി. ഇതാ, അതുപോലെ പുളിയിഞ്ചി. ഇഞ്ചിപ്പുളി എന്ന് ചിലവർ പറയും, നമ്മൾ പുളിയിഞ്ചി എന്നാ പറയാം. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് 3 കറികളാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം പുളിശ്ശേരിയാണ്. അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിച്ചു ചീഞ്ചട്ടിയിൽ. അത് കഴിഞ്ഞ് പഴം നല്ലോണം പഴുത്ത പഴം വേണം കേട്ടോ. അതൊന്ന് അരിഞ്ഞിടുക. ഇത്തിരി ചെറുതാക്കൊന്നും വേണമെന്നില്ല, അതൊന്ന് വെന്ത് ശരിയായിക്കോളും നല്ല പോലെ. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറേശ്ശെ ഇടുക കേട്ടോ. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവട്ടെ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു. അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് എടുത്തു. 1-2 പച്ചമുളക് എടുത്തോളൂ. ഒരു നുള്ളു ജീരകം എടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ല ഒന്ന് പരുത്തരി തരുന്നതിന് അരച്ചാൽ പോരാ, നല്ല പോലെ അരക്കണം. വെണ്ണ പോലെ അരച്ചിട്ട് അത് തൈര് കൊണ്ട് അരക്കണം. ഞാൻ തൈര് കൊണ്ടാണ് അരക്കണം. അതിൽ വേറെ എക്സ്ട്രാ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തൈര് ചേർത്ത് അപ്പം തന്നെ അരയ്ക്കുക. അപ്പോൾ അത് വളരെ നന്നായി കിട്ടും. നല്ലോണം അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. അതാ നോക്കൂ, പഴം നല്ല പോലെ വെന്ത് വന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അതിനെ നല്ലോണം ഒന്ന് ഉടച്ച് ചേർത്ത് ഉപ്പിട്ടു. അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം വെച്ചാൽ അരച്ച് വെച്ച തേങ്ങ, ഒരിത്തിരി ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ ശർക്കര അതിൽ ഇട്ടോളൂ. അപ്പോൾ ഇത്തിരി കൂടി മധുരം ഉണ്ടാവും. പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്. നാളികേരം തൈര് കൂടി അരച്ചത്, പച്ചമുളകും ജീരകവും കൂടി അരച്ചത് അതിലൊഴിച്ചു. നല്ല പോലെ ഇളക്കുക. അത് കഴിഞ്ഞ് അധികം തിളയ്ക്കാൻ നിൽക്കണ്ട. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല പോലെ ഇളക്കണം. ഉപ്പ് നോക്കി വാങ്ങി ഒരു ടീസ്പൂൺ നെയ്യിട്ടു, കടുകിട്ടു, ഉലുവയിടുക. അത് കഴിഞ്ഞ് കരിവേപ്പിലയിട്ട് കടുക് വറുത്തിടുക. നെയ്യിൽ വറുത്തിടുന്നതാണ് പുളിശ്ശേരിക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അത് ആലോചിച്ചോളൂ. നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് മതി. വെളിച്ചെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യാണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. അത് കഴിഞ്ഞ് പുളിശ്ശേരി തയ്യാറായി. നല്ല പുളിശ്ശേരി, നല്ല മണം വരുന്നുണ്ട്. നല്ല പോലെ ഇളക്കി അതിന് ബൗളിലേക്ക് പകർത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തുണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, മുളകിട്ടു, കടുകിട്ടു, ഉലുവയിട്ടു, കറിവേപ്പിലയിട്ടു. അത് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇട്ടിട്ട് വറക്കണം. ഇഞ്ചി എത്രത്തോളം ഇടണം വെച്ചാൽ ഞാൻ ഇട്ടിട്ടത് ഇപ്പോൾ ഒരു 50 ഗ്രാമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഇഷ്ടംപോലെ ഇട്ടോളൂ. ഇവിടെ പുളി വെള്ളത്തിലിട്ടിരുന്നു, ചൂടുള്ള വെള്ളത്തിൽ. അത് അരിച്ച് നല്ല പുളി സത്ത് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഇനി ആ സത്ത് എന്ത് ചെയ്യണം വെച്ചാൽ ഇഞ്ചി ബ്രൗൺ കളറാകുമ്പോൾ അതിലൊഴിക്കണം കേട്ടോ. അതിലൊഴിച്ച് കഴിഞ്ഞിട്ട് എന്തുണ്ടാവണം വെച്ചാൽ അതിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മഞ്ഞളും മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കട്ടെ. മഞ്ഞളും മുളക് പൊടി ഇട്ട് തിളച്ചിട്ട് വരുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് നല്ല പോലെ കായം, ഒരു നുള്ളു കായം ഇടണം. അത് മറക്കരുത് കേട്ടോ. ഞാൻ അത് മറന്നുപോയി. കായം ഇട്ടത് ഞാൻ മറന്നുപോയി പറയാം. എന്നിട്ട് ഉപ്പ് ഇടുക, നല്ല പോലെ ഇളക്കുക. എന്നിട്ട് അത് തിളച്ച് വറ്റട്ടെ. ഇനി ഒന്നും ചെയ്യേണ്ടതുണ്ട്. നല്ല പോലെ തിളക്കട്ടെ. തിളയ്ക്കുന്നത് കേട്ടില്ലേ? നല്ല പോലെ തിളച്ചിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ചും കൂടി ഇഞ്ചിയും പച്ചമുളകും ഇട്ടു. എനിക്ക് തോന്നി പോരാന്ന്. അത് കാരണം കുറച്ചും കൂടി ഇഞ്ചി പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് ഇനി അവിയലിൻ്റെ കഷ്ണം നോക്കൂ. മത്തങ്ങ, കുമ്പളങ്ങ ഒക്കെ അതിലെ കഷ്ണങ്ങൾ ഞാൻ കാണിച്ചില്ലേ? അതൊക്കെ നല്ല അവിയലിൽ നല്ല ഭംഗിയായിട്ട് അരിയണം. നല്ല ഭംഗിയായിട്ട് അരിഞ്ഞിട്ട് അവിയലിൻ്റെ കഷ്ണം കഴുകിയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനും മട്ടനൊക്കെ മാരിനേറ്റ് ചെയ്യണ പോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് അതിനെ വേവിച്ചിട്ട് എന്ത് ചെയ്യണം, 2 പിടി നാളികേരം എടുത്തു, 1 നുള്ളു ജീരകം, 1 പച്ചമുളക് ഒക്കെ കൂടി തരുന്നതിനെ അരയ്ക്കണം. വെണ്ണ പോലെ അരയ്ക്കരുത്. ഈ കഷ്ണം വെന്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, തരുന്നതിനെ അരച്ചിട്ടുള്ള തൈരിലാണ് അരച്ചത്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ അരച്ചൊഴിച്ച് ഇളക്കി. ഇനി അതിൽ കറിവേപ്പില ഇടും. ഇനി അത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അവിയൽ റെഡി. അവിയൽ, പുളിശ്ശേരി, പഴപ്പുളിശ്ശേരി, അതുപോലെ പുളിയിഞ്ചി, ഇത് 3 ഐറ്റംസ് തയ്യാറായി. ഓണസദ്യയുടെ പുറപ്പാടുകളാണ് കണ്ട. 3 ഐറ്റം ഉണ്ടാക്കി. ഇന്നലെയാണെങ്കിൽ അച്ചാറുകളൊക്കെ തീർന്നു. അപ്പോൾ ഇതൊക്കെ തീർന്ന് ഇത് ഉണ്ടാക്കിയത്. ഈ ഡിഷുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യോ, ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ. അതുമാത്രമല്ല, ഇത്തവണത്തെ ഓണത്തിന് ഞാൻ ഉണ്ടാക്കിയ പോലെയുള്ള അവിയലും പഴപ്പുളിശ്ശേരി ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. വളരെ ഈസിയാണ്. കാളിനേക്കാളും സ്വാദുണ്ട്, മോരൊഴിച്ച് കൂട്ടാനേക്കാളും സ്വാദുണ്ട് ഈ പഴപ്പുളിശ്ശേരി. ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ.